വൈ വൺ പ്ലസ് ഇസ് ഫോളിംഗ്. സ്മാർട്ട് ഫോണിൻ്റെ പ്രീമിയം സെഗ്മെൻറ്റിൽ ആദ്യം രണ്ട് ജയൻസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ആപ്പിൾ ആൻഡ് സാംസങ്. അവർ സ്ട്രോങ് മോണോപോളി ബിൽഡ് ചെയ്തു വെച്ചിരുന്നു. പിന്നെയാണ് ഇതിൻ്റെ ഇടയിൽ വൺ പ്ലസിൻ്റെ എൻട്രി ഉണ്ടാവുന്നത്. 3 വർഷത്തിനുള്ളിൽ തന്നെ മാർക്കറ്റ് ഷെയറിൻ്റെ 40% ഈ കമ്പനി ഹോൾഡ് ചെയ്തു. അങ്ങനെ പല ഇന്നോവേഷൻസിനും ഓപ്പൺ ആയിരുന്ന ഈ കമ്പനി കോമ്പറ്റീറ്റേഴ്സിനെ എല്ലാം പിന്നിലാക്കി ഒരു സ്ട്രോങ് ബ്രാൻഡ് ഇമേജാണ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഈ 10 വർഷത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള പീക്ക് സക്സസ്സിൽ എത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ ബ്രാൻഡ് സ്ട്രഗിൾ ചെയ്യുന്നത്? ഈ ബ്രാൻഡിൻ്റെ ഓണറിന് എന്തൊക്കെയാണ് ഫേസ് ചെയ്യേണ്ടി വന്നത്? ഓപ്പോനെ കോപ്പി ചെയ്യുന്ന ബ്രാൻഡാണ് വൺ പ്ലസ് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ്. ആൻഡ് ഇതിൽ നിന്നെല്ലാം പലതും പഠിക്കാനും മനസ്സിലാക്കാനും. വെൽക്കം ബാക്ക് ടു വെൽ സ്കൂൾ. ഈ ബ്രാൻഡിൻ്റെ കോ ഫൗണ്ടർ കാൾ പൈ 2010 റിസർച്ച് സ്റ്റഡിക്ക് വേണ്ടി നോക്കിയ കമ്പനിയിൽ അറൗണ്ട് 3 മാസം ജോലി ചെയ്തു. അതിനുശേഷം ഒപ്പോ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തത്. ആ എക്സ്പീരിയൻസിൽ അദ്ദേഹം പല സ്മാർട്ട് ഫോൺസും സ്റ്റഡി ചെയ്തു. പക്ഷെ ഒന്നുപോലും സാറ്റിസ്ഫാക്ഷൻ ആയി തോന്നിയില്ല. ചിലത് ഡിസൈനിൽ ടോപ്പാണെങ്കിലും ഫീച്ചേഴ്സിൽ പിന്നിലായിരിക്കും, മറ്റ് ചിലതാണെങ്കിൽ നേരെ തിരിച്ചും. ഇനി 2 കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെങ്കിലും അത് എല്ലാവർക്കും അഫോർഡബിൾ ആവണം എന്നില്ല. സോ ഈ ക്രൈറ്റീരിയാസ് എല്ലാം ഉള്ള ഫോൺ ലോഞ്ച് ചെയ്യാനുള്ള സ്റ്റെപ്സ് ആയിരുന്നു കാൾ പൈ പ്ലാൻ ചെയ്തത്. ഈ ഒരു എയിമിലാണ് അദ്ദേഹം ഒപ്പോയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പീറ്റ് ലോ എന്ന ഫ്രണ്ടിൻ്റെ ഒപ്പം വൺ പ്ലസ് കമ്പനി തുടങ്ങിയത്. ഈ ബ്രാൻഡ് നെയിമിൻ്റെ അർത്ഥം 1 സ്റ്റെപ്പ് എഹെഡ് ഫ്രം ദ കോമ്പറ്റീറ്റർ എന്നാണ്. കമ്പനി തുടങ്ങിയപ്പോൾ 5 എംപ്ലോയീസ് മാത്രമായിരുന്നു. എല്ലാ പ്രൊജക്ട് ബേസ്ഡ് ഡിസ്കഷൻസും ഒരു കഫേയിൽ ഇരുന്നു കൊണ്ടാണ് അവർ നടത്തിയിരുന്നത്. അവരിൽ പലരും യൂസ് ചെയ്തിരുന്നത് ഐഫോൺ ആണ് എന്ന കാര്യം കാൾ നോട്ട് ചെയ്തു. അതിന് മെയിൻ റീസൺ ആൻഡ്രോയിഡ് ഡിവൈസിൻ്റെ സെക്യൂരിറ്റി, സോഫ്റ്റ്വെയർ, അതേപോലെ ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂസ് ഒക്കെയാണ്. ഇങ്ങനെയുള്ള യൂസർ സൈഡ് പ്രോബ്ലംസ് കാരണം തന്നെയാണ് ആളുകൾ പണം കൂടുതലാണെങ്കിലും ഐഫോൺ പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് അത് തന്നെയാണ് ആപ്പിൾ കമ്പനിയുടെ മോണോപോളി ക്രിയേറ്റ് ആവാനുള്ള കോർ റീസണും. സോ ഈ ഒരു മാർക്കറ്റ് സ്പേസ് മനസ്സിലാക്കിയത് കൊണ്ടാണ് കാൾ പൈ ഐഫോൺ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ജനങ്ങൾക്ക് വേണ്ടി അതേ യൂസർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ആൻഡ്രോയിഡ് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഈ പ്രൊഡക്റ്റിന് വേണ്ടിയുള്ള യൂസർ ബേസ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന് കാൾ യൂസ് ചെയ്തത് ഓൺലൈൻ മോഡാണ്. കാരണം ഈ മോഡിൽ കാര്യങ്ങളെല്ലാം ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റായും ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും എന്നുള്ള ഫ്യൂച്ചർ ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഡിസംബർ 2013 അട്രാക്റ്റീവായ ഒരു സ്ലോഗൻ നെവർ സെറ്റിൽ എന്ന് യൂസ് ചെയ്ത് ഫൗണ്ടേഴ്സ് ഈ ബ്രാൻഡ് നെയിം ലോഞ്ച് ചെയ്തു. ഒപ്പം തന്നെ ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റിയും കമ്പനി ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ത്രൂ എല്ലാ വൺ പ്ലസ് ന്യൂസ് ആൻഡ് ഫോറംസ് ആളുകൾക്ക് ആക്സസിബിൾ ആയിരുന്നു. അതുവരെ ഒരു സ്മാർട്ട് ഫോൺ പോലും ലോഞ്ച് ചെയ്യാതിരുന്നിട്ടും ആളുകൾക്ക് വൺ പ്ലസിൻ്റെ ക്വാളിറ്റി ആൻഡ് ബ്രാൻഡിങ്ങിൽ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ട്രസ്റ്റ് ബിൽഡ് ആവാൻ തുടങ്ങി. ഫൈനലി അവരുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് OnePlus 1 ലോഞ്ചായി. ദാറ്റ് വാസ് ഓൺ April 23, 2014. ഇതൊരു ടെസ്റ്റിംഗ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് കമ്പനി വെറും 1000 പീസസ് ആണ് റിലീസ് ചെയ്തത്. പക്ഷേ അതൊരു ഇൻസ്റ്റൻറ്റ് ഹിറ്റായി മാറി. അങ്ങനെ വിത്തിൻ ഇയർ അപ്രോക്സിമേറ്റ്ലി 10 ലക്ഷം യൂണിറ്റ്സ് ആണ് സെല്ലായത്. ഈ റെക്കോർഡ് ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ വൺ പ്ലസ് 2 മെയിൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്തത്. ഒന്ന്, ഈ ഫോൺ വാങ്ങാനാണെങ്കിൽ അതിന് പ്രോപ്പറായ ഒരു റെഫറൻസ് ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫ്രണ്ട് ഓർ റിലേറ്റീവ് ഈ ഫോൺ നിങ്ങൾക്ക് റെഫർ ചെയ്യണം. രണ്ടാമത്തെ സ്ട്രാറ്റജി പേരായിരുന്നു, സ്മാഷ് ദി പാസ്റ്റ്. ഈ സ്ട്രാറ്റജി അനുസരിച്ച് നിങ്ങളുടെ പഴയ ഫോൺ ബ്രേക്ക് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്താൽ വെറും $1 പുതിയ പ്രീമിയം വൺ പ്ലസ് പ്രൊഡക്റ്റ് കിട്ടും എന്ന ഡീലായിരുന്നു. ഇത് ഭയങ്കരമായി വൈറലായി. അങ്ങനെ ഒരാഴ്ചയിൽ തന്നെ ഏകദേശം 1,40,000 ആളുകളാണ് അവരുടെ പഴയ ഫോൺ സ്മാഷ് ചെയ്തതിൻ്റെ വീഡിയോ ചെയ്തത്. സോ ഈ രീതിയിലാണ് വൺ പ്ലസ് അവരുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഔട്ടാക്കുന്നതും ബ്രാൻഡ് ഇമേജ് ബിൽഡ് ചെയ്യുന്നതും. പക്ഷേ പ്രശ്നം വന്നത് ഇതിൽ നിന്നുണ്ടായ ഓവർ കോൺഫിഡൻസ് കാരണമാണ്. ഫസ്റ്റ് പ്രൊഡക്റ്റ് വൈറലായ അതേ സമയത്ത് പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനുള്ള കാര്യത്തിൽ കമ്പനി ബിസിയായി. പക്ഷേ ഈ പ്രാവശ്യം പഴയ പോലെയുള്ള യൂസർ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ അവർ അത്ര ഫോക്കസ്ഡ് ആയിരുന്നില്ല. അത് തന്നെയാണ് പിന്നെ അവർ ഫേസ് ചെയ്ത പ്രശ്നത്തിന് കാരണവും. അതായത് അടുത്ത പ്രൊഡക്റ്റിന് വേണ്ടി കമ്പനി സെലക്ട് ചെയ്ത്
ഓൾറെഡി ചെറിയ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്ന സ്നാപ്ഡ്രാഗൺ 800 സീരീസ് പ്രൊസസ്സറായിരുന്നു. സോഫ്റ്റ്വെയർ ഓപ്റ്റിമൈസേഷൻ ത്രൂ ഇത് സോൾവ് ചെയ്യാൻ പറ്റും എന്ന പ്ലാനിലാണ് ഈ പ്രൊസസ്സർ കമ്പനി അഡോപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് OnePlus 2 28 ജൂലൈ 2015 ലോഞ്ച് ചെയ്തു. ഈ പ്രൊഡക്റ്റ് അപ്രോക്സിമേറ്റ്ലി 20 ലക്ഷം പേരാണ് പ്രീ ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതും യൂസേഴ്സിന് ഹീറ്റിംഗ്, ഫിംഗർ പ്രിൻറ്റ്, ഡ്യുവൽ സിം അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസും വരാൻ തുടങ്ങി. അത് OnePlus 2 കംപ്ലീറ്റ്ലി ആയി ഫെയിലാക്കി. അടുത്ത സ്ട്രാറ്റജി അനുസരിച്ച് OnePlus എൻ്റർ ആവുന്നത് ബജറ്റ് ഫോൺ സെഗ്മെൻറ്റിലേക്കാണ്. അങ്ങനെ 2015 തന്നെ മൂന്നാമത്തെ പ്രൊഡക്റ്റ് OnePlus X ലോഞ്ച് ചെയ്തു. അതും വെറും 17,000 രൂപയ്ക്ക്. 8 MB സെൽഫി ക്യാമറ, 13 MB മെയിൻ ക്യാമറ, 16 GB ഇൻറ്റേർണൽ ആൻഡ് 3 GB റാം പോലെയുള്ള ഫീച്ചേഴ്സ് എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. പക്ഷേ ഇവിടെയും OnePlusന് ഒരു വലിയ ഇഷ്യൂ മുന്നിലുണ്ടായിരുന്നു: കോമ്പറ്റീഷൻ. കാരണം ഈ സെഗ്മെൻറ്റിൽ ഓൾറെഡി പല സ്മാർട്ട് ഫോൺസും അവരുടെ എക്സൈറ്റിംഗ് ഫീച്ചേഴ്സ് വെച്ച് കോമ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ OnePlusന് അതൊരു ടഫ് ബാറ്റിലായി മാറി. അങ്ങനെ OnePlus Xഉം OnePlus 2 ഒരേപോലെ ഫെയിലറായി. ഈ രണ്ട് വലിയ ഫെയിലിയേഴ്സും OnePlusന് റിയലൈസ് ചെയ്യിപ്പിച്ചത് ഒരേ ഒരു കാര്യമാണ്. അതായത് ജനങ്ങൾക്ക് വേണ്ടത് ബജറ്റ് ഫോൺ അല്ല, മറിച്ച് മിഡ് പ്രൈസ് റേഞ്ചിൽ വരുന്ന പ്രീമിയം ഫോൺ ആണെന്ന കാര്യം. സോ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ അവരുടെ അടുത്ത പ്രൊഡക്റ്റ് OnePlus 3 ജൂൺ 14, 2016 ലോഞ്ച് ചെയ്യുന്നത്. പല പ്രീമിയം ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്ത് ക്യാമറ ക്വാളിറ്റി, ഫാസ്റ്റ് ചാർജിംഗ് എല്ലാം ടോപ്പ് നോച്ച് ആക്കിയ ശേഷം ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ 27,999 എന്ന റേറ്റിലാണ് ഇറക്കിയത്. ഈ ലോഞ്ച് OnePlusന് വീണ്ടും ഒരു കംബാക്ക് എന്ന രീതിയിലുള്ള ഇൻസ്റ്റന്റ് ഹിറ്റ് കൊടുത്തു. അധികം ഗ്യാപ്പ് കൊടുക്കാതെ അടുത്ത പ്രൊഡക്റ്റും OnePlus 3T, അതായത് ഗൂഗിൾ പിക്സലിൽ ഒക്കെ ഉള്ള പോലെയുള്ള കൂടുതൽ പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ലോഞ്ച് ചെയ്തു. അതും നല്ല സക്സസ് റേറ്റ് ആണ് കമ്പനിക്ക് കൊണ്ടുവന്നത്. ഈ ഒരു പീരീഡ് ആയപ്പോഴേക്കും OnePlusന് അവരുടെ പർപ്പസ് ശരിക്കും റിയലൈസ് ആയി. അതുകൊണ്ട് തന്നെ പിന്നെയുള്ള എല്ലാ പ്രൊഡക്ട്സിനും ഈ രീതിയിലുള്ള ഫീച്ചേഴ്സ് ആൻഡ് പ്രൈസ് അവർ ഫിക്സ് ചെയ്ത് പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് പിന്നെയുള്ള OnePlus 5, OnePlus 5T എല്ലാം മാർക്കറ്റിൽ ലോഞ്ച് ആയത്. 2017 ആയപ്പോഴേക്കും പ്രീമിയം സെഗ്മെൻറ്റിൻ്റെ മാർക്കറ്റ് ഷെയറിൽ OnePlusന് 40% ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 3 വർഷത്തിനുള്ളിൽ തന്നെ OnePlus ആപ്പിൾ, സാംസങ് പോലെയുള്ള ജയൻസിൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യാനും തുടങ്ങി. ട്വിസ്റ്റ് വരുന്ന കൊറോണ സമയത്താണ്. ജനറലി പല ബിസിനസ്സും ഡൗൺഗ്രേഡ് ആയ സമയമാണത്. കോവിഡ് സമയത്ത് വന്ന ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം OnePlus അവരുടെ പ്രീമിയം സെഗ്മെൻറ്റിനെ ഒന്ന് ഹോൾഡ് ചെയ്ത് സെയിൽസ് കൂട്ടാൻ വേണ്ടി ബജറ്റ് സെഗ്മെൻറ്റിൽ എല്ലാവർക്കും അഫോർഡബിളായ ഫോൺ ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 2020 OnePlus Nord മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ആവുന്നത്. ഇതുകൊണ്ട് കമ്പനിക്ക് സെയിൽസ് ഉണ്ടായെങ്കിലും അവരുടെ റെപ്യൂട്ടേഷനിൽ ഇഷ്യൂസ് വരാൻ തുടങ്ങി. അടുത്ത ഫാൾ വന്നത് കാൾപൈ കമ്പനി വിടാൻ തീരുമാനിച്ചപ്പോഴാണ്. അതുകൂടി ആയപ്പോൾ OnePlus അവരുടെ ഇന്നോവേഷൻ പ്രോസസ്സിൽ താഴേക്ക് വീഴാൻ തുടങ്ങി. അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നതുകൊണ്ട് OnePlusന്റെ പേരന്റ് കമ്പനിയായ BBK ഇലക്ട്രോണിക്സ് OnePlusനെ ഓപ്പോ കമ്പനിയുടെ കൂടെ മെർജ് ചെയ്തു. അത് കഴിഞ്ഞ് ലോഞ്ചായ OnePlus Nord 2 ആണ് പല സോഷ്യൽ ഇഷ്യൂസ്, അതായത് ബ്ലാസ്റ്റിംഗ് പോലെയുള്ള സിറ്റുവേഷൻസിൽ വന്നത്. അത് OnePlusന്റെ ബ്രാൻഡ് ഇമേജിനെ, എസ്പെഷ്യലി ട്രസ്റ്റിനെ വളരെ നെഗറ്റീവായി തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. അതേപോലെ ഈ മെർജിങ്ങിന് ശേഷം വേറൊരു കാര്യമുണ്ടായത് ഒപ്പോ ആൻഡ് OnePlus ഫോൺസിൻ്റെ സിമിലാരിറ്റീസ് ആണ്. അത് പലർക്കും കോപ്പി പേസ്റ്റ് എന്ന ഇമേജ് പോലെയാണ് തോന്നിയത്. ഈവൻ പല ഫങ്ഷൻസ് പോലും ഒരേപോലെയാണ് ഈ രണ്ട് പ്രൊഡക്ട്സിലും ഉള്ളത്. സോ ഇങ്ങനെയുള്ള പല ഇഷ്യൂസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ഈ കമ്പനി ഫേസ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് 40% ഷെയർ ഉണ്ടായിരുന്ന OnePlus ഇപ്പോൾ 20% ഡൗൺഗ്രേഡഡ് ആയി. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും OnePlus പ്രസന്റ്ലി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ബ്രാൻഡ് ഡീസ്ട്രക്റ്റ് ആവുന്ന എഡ്ജിലൊന്നുമല്ല നിൽക്കുന്നത്. പഴയ പോലെയുള്ള സ്ട്രാറ്റജിക് മൂവ്സ് ഇവർ വീണ്ടും അഡോപ്റ്റ് ചെയ്താൽ, ഇന്നോവേറ്റീവായ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ദേ ക്യാൻ കം ബാക്ക് അഗെയിൻ. സോ വാട്ട്സ് യുവർ ഒപ്പീനിയൻ? കമൻറ്റ് സെക്ഷനിൽ പറയുക. സോ ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള ബിസിനസ് സീക്രട്സ്, കേസ് സ്റ്റഡീസ് ആൻഡ് ഫിനാൻഷ്യൽ റിയാലിറ്റീസ് എല്ലാം അറിയാൻ വേണ്ടി കീപ് വാച്ചിങ് അവർ ചാനൽ. ആൻഡ് ഈ കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.